ഹലോ കൂട്ടുകാരെ, ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023-24 കാലഘട്ടത്തിൽ ചോദിച്ച 10th പ്രിലിംസിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ 10th പ്രിലിംസിൻ്റെ 30 ഡേ സ്റ്റഡി പ്ലാൻസും അതിൻ്റെ നോട്ട്സും ഉണ്ടായിരിക്കും. എല്ലാവർക്കും കയറി ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യം നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. എന്നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്? 2015 ജനുവരി 1. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇതൊരു ഉപദേശക സമിതിയാണ്. അതിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉണ്ടായിരിക്കും. അംഗങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കും. ഇതിന് എന്തൊക്കെ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, ഇങ്ങനെ അറിയപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ്. ഒന്നാമത്തെ പോയിൻ്റ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഈ കുറയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരുമ്പം അവർ കൂട്ടുക എന്നൊക്കെ തന്നിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ പോയിൻ്റ്, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. നാലാമത്തെ പോയിൻ്റ്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവന സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അഞ്ചാമത്തെ പോയിൻ്റ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. എവിടെയാണ്? ഗ്രാമങ്ങളെയല്ല, നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആറാമത്തെ പോയിൻ്റ്, സുസ്ഥിര വികസന ലക്ഷ്യം നേടുക. ഏഴാമത്തെ പോയിൻ്റ്, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. എട്ടാമത്തെ പോയിൻ്റ് എന്താണ്? ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? വ്യവസായ മേഖലയിലൊക്കെ എന്തു ചെയ്യണം? സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കണം. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തണം. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. സുസ്ഥിര വികസന ലക്ഷ്യം നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് നീതി ആയോഗിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. ഇനി നമുക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നോക്കാം. വിവരാവകാശ നിയമം എന്താണ്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ വിവരാവകാശ നിയമത്തെ എന്താണ് അറിയപ്പെടുന്നത്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഇതാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്താണപ്പോൾ? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്
2002. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നും അറിയപ്പെടുന്നു. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് തദ്ദേശീയമായി വിവരാവകാശ നിയമം പാസാക്കുന്നത്. എന്ന് 1997 വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. എന്ന് 1997. അടുത്തത് 2005 RTI ആക്ട് ഫസ്റ്റ് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. 2005 RTI ആക്ട് ഫസ്റ്റ് പാസ്സാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. അതായത് ഈ RTI ആക്ട് 2005 പ്രകാരം വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട് 1997. ഇന്ത്യയിൽ ഫസ്റ്റ് വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണെ. ആരാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ നൽകിയത്? ഷാഹിദ് റാസ ബർണെ. ഇനി അടുത്തത് വിവരാവകാശ നിയമം ലോകസഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയത് എന്നാണെന്ന് നോക്കാം. ലോകസഭ എന്നാണ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്? 2005 മെയ് 11. ഈ വിവരാവകാശ നിയമത്തിൻ്റെ ഡേറ്റുകൾ എല്ലാം 2005 അത് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പം വിവരാവകാശ നിയമം ലോകസഭ എന്നാണ് പാസ്സാക്കുന്നത്. വിവരാവകാശ നിയമം എന്നാണ് ലോകസഭ പാസ്സാക്കുന്നത്? 2005 മെയ് 11. എന്നാണ്? 2005 മെയ് 11. രാജ്യസഭ പാസ്സാക്കുന്നത് എന്നാണ്? മെയ് 12. അപ്പം ആദ്യം പറയുന്നത് ലോകസഭ പാസ്സാക്കുന്നത് മെയ് 11, രാജ്യസഭ പാസ്സാക്കുന്നത് മെയ് 12. രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെക്കുന്നത്? ജൂൺ 15. രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെക്കുന്നത്? ജൂൺ 15. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ്? മെയ് 11, മെയ് 12. പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത് ജൂൺ 15. നിലവിൽ വന്നത് എന്നാണ്? അത് 2005 തന്നെയാണ്, ഒക്ടോബർ 12. അപ്പം മെയ് 11, മെയ് 12, പിന്നെ പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത് ജൂൺ 15, നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. ഒപ്പുവെച്ച പ്രസിഡൻ്റ് ആരാണ്? APJ അബ്ദുൽ കലാം. ഇനി നോക്കാം. ഇത് 2005 വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. ഏത്? ലോകസഭ പാസ്സാക്കുന്ന മെയ് 11, രാജ്യസഭ മെയ് 12, പ്രസിഡന്റ് ജൂൺ 15, നിലവിൽ വരുന്നത് ഒക്ടോബർ 12. എല്ലാം ഏത് തന്നെയാണ്? 2005. ഇനി അടുത്തതായിട്ട് ഈ വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. എന്ന് ഭേദഗതി ചെയ്തു? 2019. 2019 വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തു. അപ്പം അത് ലോക്സഭ എന്നാ പാസ്സാക്കുന്നത്? 2019 ജൂലൈ 22. എന്നാണ് ലോക്സഭ പാസ്സാക്കുന്നത്? 2019 ജൂലൈ 22. എന്നാണ് രാജ്യസഭ പാസ്സാക്കുന്നത്? 2019 ജൂലൈ 25. ആദ്യം ജൂലൈ 22, പിന്നെ 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ജൂലൈ 25 ആയപ്പം രാജ്യസഭ പാസ്സാക്കി. ഓഗസ്റ്റ് 1 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അപ്പോൾ ഓഗസ്റ്റ് മാസം ആദ്യം പ്രസിഡന്റ് ഒപ്പുവെച്ചു. ജൂലൈ, ഓഗസ്റ്റ് ഈ ഡേറ്റുകളിലാണ് വിവരാവകാശ ഭേദഗതി നിയമം വരുന്നത്. ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ്. അത് 2019 ലോക്സഭ 2019 ജൂലൈ 22, രാജ്യസഭ 2019 ജൂലൈ 25, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് എന്നാണ്? 2019 ഓഗസ്റ്റ് 1. ഇനി ഈ ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാറ്റം: കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി കേന്ദ്ര ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. എന്താണ് വന്ന മാറ്റം? കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. മുൻപ് 5 വർഷം 65 വയസ്സായിരുന്നു മുൻപ്. ഇപ്പോഴോ? നിലവിൽ 3 വർഷം 65 വയസ്സ്.
പിന്നെ വന്ന മാറ്റം കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പം എന്തൊക്കെ മാറ്റം വന്നു? അവരുടെ കാലാവധിയും ശമ്പളവും ആര് നിർണ്ണയിക്കും? കേന്ദ്ര ഗവൺമെൻറ് നിർണ്ണയിക്കും. നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2,50,000. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും ഒക്കെ ശമ്പളം 2,25,000 രൂപ. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം 2,50,000, ബാക്കി എല്ലാവർക്കും 2,25,000. അടുത്തതായിട്ട് ഫസ്റ്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. നല്ല വിവരമുള്ള ആളായതുകൊണ്ട് വാച്ച് കെട്ടുമായിരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. സെക്കൻഡ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? AN തിവാരി എന്ന് ഓർക്കണ്ട, നമ്മൾ തീവാരി എന്നോർത്തോ. അപ്പോൾ രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? AN തിവാരി. ഫസ്റ്റ് വനിത ആരാ? ഫസ്റ്റ് വനിത ദീപക് സന്ധു. സെക്കൻഡ് വനിത ആരാണ്? സുഷമ്മ സിംഗ്. അപ്പം ഈ രണ്ടാമത്തെ ആളുടെ പേരെന്തുവാണ്? AN തിവാരി. ആദ്യത്തത് വജാഹത്ത് ഹബീബുള്ള. എന്തുവാണ്? ഫസ്റ്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? തീവാരി ആൾ. AN തിവാരി. ഫസ്റ്റ് വനിത ആരാണ്? ദീപക് സന്ധു. സെക്കൻഡ് വനിത സുഷമ്മ സിംഗ്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.